നമോ നാരായണായ. വിഷ്ണു സഹസ്രനാമ വ്യാഖ്യാനം. ഓം നമോ ഭഗവതേ വാസുദേവായ. പത്മനാഭോ അരവിന്ദാക്ഷ പത്മഗർഭ ശരീരഭൃത് മഹർധൃധോ വൃദ്ധാത്മാ മഹാക്ഷോ ഗരുഡധ്വജ. പത്മനാഭ, ഹൃദയപത്മത്തിൽ വസിക്കുന്നവനും പത്മനാഭൻ. സകല ലോകങ്ങളും വഹിക്കുന്ന പത്മം നാഭിയിലുള്ളവൻ പത്മനാഭനാണ്. ഭക്തരുടെ ഹൃദയമാം പത്മത്തിൽ ഇരിക്കുന്നവനും പത്മനാഭൻ. അരവിന്ദാക്ഷ, താമരപ്പൂ പോലെയുള്ള നയനങ്ങളോട് കൂടിയവൻ. ഭഗവാന്റെ കരുണാമയമായ നോട്ടത്തിൻ്റെ പ്രാധാന്യവും സൗന്ദര്യവും ഈ നാമത്തിൽ ഭീഷ്മാചാര്യൻ പകരുന്നു. ആ കടാക്ഷത്തിൽ അടിയറ വയ്ക്കപ്പെടാത്ത ഹൃദയങ്ങളുണ്ടോ? സമസ്ത ജീവജാലങ്ങളും ആ അരവിന്ദ നയനൻ്റെ ഒരു നോട്ടത്തിനായി ഉഴറിയാണ് ജന്മങ്ങൾ താണ്ടുന്നത്. പത്മഗർഭ, പത്മത്തിൻ്റെ അകത്തിരിക്കുന്നവൻ. ജീവജാലങ്ങളുടെ ഹൃദയാകാശത്തിൽ പത്മഗർഭനായി പരമാത്മാവ് സ്ഥിതി ചെയ്യുന്നു. ധ്യാനത്തിന് ഇതുപയോഗിക്കാറുണ്ട്. ചാന്ദ്യോഗ്യോപനിഷത്തിൽ പറയുന്നത് കേൾക്കൂ. ഈ ദേഹം ബ്രഹ്മപുരം. അതിൽ താമര പോലെ ഒരു ഗൃഹമുണ്ട്. അതിനുള്ളിൽ ചെറിയൊരു ആകാശമുണ്ട്. അതിനുള്ളിൽ എന്താണോ ഉള്ളത് അതാണ് അന്വേഷിക്കപ്പെടേണ്ടതും അറിയപ്പെടേണ്ടതും. ശരീരഭൃത്, ശരീരങ്ങളെ ഭരിക്കുന്നവൻ. നമ്മുടെ ശരീരങ്ങളെ അന്നമായി പോഷിപ്പിക്കുന്നതും പ്രാണശക്തിയാൽ നിലനിർത്തുന്നതും ഭഗവാനാണ്. സൂത്രാത്മാവായ അവിടുന്ന് ശരീരം വിട്ടിറങ്ങിയാൽ നാം ജഡം മാത്രം. അങ്ങനെ ഈ ശരീരം ഭരിക്കുന്നവൻ അവിടുന്നായിരിക്കയാൽ ശരീരഭൃത്. ധർമ്മത്തിന് ലോപം സംഭവിക്കുമ്പോൾ ഓരോ ശരീരമെടുത്ത് ഭഗവാൻ സ്വേച്ഛയാ അവതരിക്കുന്നു. അങ്ങനെയും ശരീരഭൃത്. മഹർദി, മഹത്തായ ഐശ്വര്യമുള്ളവൻ. ഐശ്വര്യമൂർത്തിയാണ് അവിടുന്ന്. അവിടുത്തെ വിഭൂതികൾ എണ്ണിയാൽ ഒടുങ്ങാത്തവയത്രേ. ഈ വിശ്വത്തിൽ കാണായതെല്ലാം അവിടുത്തെ സമ്പത്താണല്ലോ. ഋധ, ക്രമമായി വർദ്ധിക്കുന്നവൻ. ഗുണങ്ങളിൽ മാത്രമല്ല അവിടുത്തെ വർധന, പ്രപഞ്ചരൂപമായും ക്രമമായി വർദ്ധിക്കുന്നു. പ്രപഞ്ചം വിസ്താരമേറിക്കൊണ്ടിരിക്കുകയാണെന്ന് ശാസ്ത്രജ്ഞരും സമ്മതിക്കുന്നുണ്ടല്ലോ. വൃദ്ധാത്മ, പുരാണ പുരുഷൻ. ഭഗവാന്റെ ആവിർഭാവം ആർക്കും പറയാനാവില്ല. അവിടുന്ന് സൃഷ്ടിയിലേർപ്പെട്ട സമയത്താണ് കാലം തുടങ്ങിയതെന്ന് പറയുന്നു. അതിനാൽ അവിടുന്ന് പുരാതന പുരുഷനാണ്. മഹാക്ഷ, വലിപ്പമുള്ള മിഴികളോട് കൂടിയവൻ എന്നും അനേകം കണ്ണുകളോട് കൂടിയവൻ എന്നും എടുക്കാം. ഭഗവാൻ സർവദർശനനാണ്. എല്ലായ്പ്പോഴും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഭക്തരെ പ്രത്യേകിച്ചും. അവിടുത്തെ മിഴികൾ സൂര്യചന്ദ്രന്മാരെന്നാണ് പറയുന്നത്. നമ്മുടെ രൂപങ്ങൾ മാത്രമല്ല, നമ്മുടെ ചിത്തശുദ്ധി, പ്രവൃത്തികൾ, മനോവ്യാപാരങ്ങൾ എല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. അതിനാലും മഹാക്ഷ. ഗരുഡധ്വജ, കൊടിയടയാളം, ഗരുഡനായിട്ടുള്ളവൻ. അതായത് ഗരുഡനെ കൊടിയടയാളമാക്കിയതിന് പിന്നിൽ ഒരു കഥയുണ്ട്. തൻ്റെ അമ്മയുടെ അടിമത്തം അവസാനിപ്പിക്കാനായി ദേവന്മാരെ ജയിച്ച് അമൃതകുംഭവുമായി ഗരുഡൻ വരുമ്പോൾ മഹാവിഷ്ണുവിനോട് ഏറ്റുമുട്ടി. വളരെ കാലം യുദ്ധം നീണ്ടപ്പോൾ മഹാവിഷ്ണു സന്തുഷ്ടനായി ഇഷ്ടവരം നൽകാമെന്ന് ഗരുഡനോട് പറഞ്ഞു. അങ്ങനെ ഗരുഡൻ ഭഗവാന്റെ വാഹനവും കൊടിയടയാളവുമായി. പത്മനാഭോരവിന്ദാക്ഷ പത്മഗർഭ ശരീരഭൃത് മഹർധൃധോ വൃദ്ധാത്മാ മഹാക്ഷോ ഗരുഡധ്വജ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.